ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തികച്ചും സാങ്കല്പികം മാത്രം. ആരെങ്കിലുമായി സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ. നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്കൂളിലെ ടീച്ചറുണ്ട്. ടീച്ചർ ഒരു അപാര ചരക്കാണ്. ടീച്ചറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ +2 പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞ് വഴിക്ക് തന്നെ വേർത്ത് വിളിച്ചിട്ടല്ലേ വരിക. അങ്ങനെ വന്ന് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അതിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ട് തന്നെയാണ് അവൻ്റെ വീട്. അവനും ട്യൂഷന് വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ടീച്ചർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 4:15 ആകുമ്പോഴേക്കും, ചിലപ്പോൾ ഒരു 4 ആകുമ്പോഴേക്കും ടീച്ചർ എത്തും. ടീച്ചർ എത്രയോട് കൂടി തന്നെ ഇവനും വരും. കുട്ടികളോടൊക്കെ 5 മണിക്ക് വരാനാണ് പറഞ്ഞോളൂ. ഇവൻ തൊട്ടടുത്ത വീടല്ലേ. ടീച്ചർ അവിടെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവനും വരും. എന്ന് പറഞ്ഞിട്ട് ടീച്ചറോട് വർത്താനം പറയും. സോഫയിൽ വന്നിരിക്കും, അവന് വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ ടീച്ചറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർത്ത് കുളിച്ചിട്ടല്ലേ വരുന്നത്, കുട്ടികളോട് മല്ലിട്ടിട്ട്. ടീച്ചർക്ക് വന്ന വഴിക്ക് ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞ് കാപ്പി കുടിക്കണം, അത് കഴിഞ്ഞിട്ട് മൂപ്പര് ട്യൂഷന് നിൽക്കുക. ഇവൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചർ കുളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ബാക്കിൽ ഒരു ജനലുണ്ട്. ആ ജനലിലേക്ക് കതകില്ല. ആ ജനലിൻ്റെ മുകളിൽ കയറി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വീടുകളുമില്ല. അപ്പോൾ അവനക്ക് സുഖമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ടീച്ചർ കുളിക്കുന്നത് മുഴുവൻ ഒളിഞ്ഞ് കാണാനാണ് ഇവൻ ഈ ടീച്ചർ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ ഇവൻ ഓടി വരുന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥിരം ശീല. ഇവനപ്പോൾ ഈ ടീച്ചർ കുളിക്കുന്നത് കാണുകയും ചെയ്യാം, അവിടെ നിന്ന് ഇവന് സ്വയംഭോഗം ചെയ്യാം. ഇത് ഇവനൊരു ഭയങ്കര ഹര. അല്ലാണ്ട് ഇവൻ ട്യൂഷൻ പഠിക്കാനോ ടീച്ചർ പഠിപ്പിച്ചവർ പഠിക്കാനോ ഒന്നല്ല ഇവൻ്റെ ഇഷ്ടം. ഇവന് അതിനു മുമ്പുള്ള പഠിപ്പാണ് ഇവന് ഏറ്റവും വലിയ ഇഷ്ടം. ടീച്ചറായത് അറിയണമില്ലല്ലോ. അങ്ങനെ ഈ കൃഷി ഇവൻ ദിവസം തുടർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ദിവസം ടീച്ചർ പെട്ടെന്ന് ഈ ജനലേരെ അവിടെ നിന്ന് ഒരു തല അങ്ങോട്ട് മാറുന്നു കണ്ടോട്ട് ടീച്ചർ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരാളങ്ങോട്ട് മാറുന്നു കണ്ടു. ടീച്ചർ വേഗം പുറത്തോട് വന്ന് രസമൊക്കെ മാറി പുറത്ത് നോക്കിയപ്പോൾ ഇവനാണ് ട്യൂഷൻ ആദ്യം വരുന്ന ആൾ. ഇവനാണ് സോഫയിലുണ്ടായിരുന്നു. എല്ലാം ടീച്ചർ കണ്ടിട്ടാണ് കുളിക്കാൻ പോയത്. ടീച്ചർക്ക് മനസ്സിലായി ഇത് ഈ പയ്യൻ തന്നെയാണ് എന്ന്. ടീച്ചറിനോട് ഉറപ്പിച്ചു. ടീച്ചർ ഉറപ്പിച്ചിട്ട് അങ്ങനെ ആ പയ്യൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ വന്നിട്ട് ആ പയ്യൻ്റെ അമ്മോട് പറഞ്ഞു, അതേ, നിങ്ങളുടെ മോൻ വളരെ വൃത്തികെട്ട സ്വഭാവങ്ങളുള്ളൊരു വ്യക്തിയാണ്. നാളെ തൊട്ട് ട്യൂഷൻ അങ്ങോട്ട് അയക്കണ്ട. അവനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുളിക്കുന്നത് അവൻ ഒളിഞ്ഞു നിന്ന് കണ്ടു. എന്നെ കണ്ടപ്പോൾ അവനെ ഓടിപ്പോയി. ഞാൻ അവനെ കണ്ടില്ല, എന്നിരുന്നാൽ അവനാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ സോഫയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് അവനൊന്ന് ഉപദേശിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ കുട്ടി വഴി തെറ്റി പോകുന്നുണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ ഇപ്പോൾ അതങ്ങനെ ഒരു പയ്യനല്ലേ, അതങ്ങനെ വിട്ടു. അവൻ പിന്നെ ട്യൂഷനും വന്നില്ല, ടീച്ചറെടുത്തേക്ക് ഒന്നും വന്നില്ല. പക്ഷേ ഇവന് ഭയങ്കര വിഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറെ സീൻ കാണാണ്ടും കുളിസീൻ കാണാണ്ടും ഈ സമയത്തൊക്കെ അവന് ആ ഒരു മെൻ്റലി അവനത് കാണണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ വീട്ടിലെ അമ്മേരെ കയ്യിൽ നിന്ന് അവന് അടി കിട്ടി. അമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടി. അവനിപ്പോൾ വൈരാഗ്യം അങ്ങോട്ട് കൂടി ടീച്ചറിനോട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർക്ക് ഒരു മെസ്സേജ്, ഒരു അറിയാത്തൊരു നമ്പറിൽ നിന്നൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. എന്താ നോക്കിയപ്പോൾ നിങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ നഗ്നമായുള്ള ഫോട്ടോസുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്നൊരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വന്നു. ടീച്ചർ അത് വലിയ കാര്യമൊന്നുമില്ല. ഈ ഏതോ മണ്ട പിള്ളേർ ഓരോന്ന് പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ അതിൽ മുമ്പ് ഇതുപോലെ ഓരോന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ടീച്ചർ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു കടലാസ് കിടക്കുന്നു. ആ കടലാസിൽ എഴുതി നോക്കിയപ്പോൾ അതിലെഴുതിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ നഗ്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ടാണ് അതിൽ വന്നുകൊടുത്തത്. ഇത് കണ്ടപ്പോൾ ടീച്ചർക്ക് സംഗതി സീരിയസ് ആണെന്ന് മനസ്സിലായി. ടീച്ചർ എന്താണ് ഞാൻ കയ്യക്ഷം നന്നായി നോക്കി ആരാണെന്ന് അറിയാനായിട്ട്. ടീച്ചർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് ടീച്ചർ അങ്ങനെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ടീച്ചർക്ക് ആരെങ്കിലും സംശയമുള്ളത് ഇതുപോലെ തന്നെ ഞാൻ കുളിക്കുമ്പോൾ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അടുത്ത പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യനാണ് എനിക്ക് സംശയമുള്ളത്, വേറെ ആരും എനിക്ക് സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പയ്യനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ, നീയാണോ ഈ എഴുത്തെഴുതിയത്? ഇപ്പോൾ പറഞ്ഞു ഞാനല്ല, ഞാനങ്ങനെ ടീച്ചർക്ക് എഴുതില്ല, അങ്ങനെ ഞാൻ ഒരു ബുദ്ധിമോശം ചെയ്തു, പക്ഷേ എനിക്കതിൽ ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു.
എന്നാൽ ശരി നിൻ്റെ കൈയക്ഷം നോക്കട്ടെ. ഇവൻ്റെ ബുക്കിലെ കൈയക്ഷം നോക്കിയപ്പോൾ പിന്നെ ഈ കൈയക്ഷം കറക്റ്റാണ്, ഇവൻ നിന്നെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ പിന്നെ പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി. ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് സത്യങ്ങൾ പുറത്തു വരുന്നത്. ഇവൻ ഈ കൃഷി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവൻ തുടങ്ങിയത് മാത്രമല്ല, ഇവൻ കാണൽ മാത്രമല്ല, ഇവൻ മൊബൈലിൽ കൂടെ ടീച്ചർ കുളിക്കുന്ന എല്ലാ സീൻസുകളും ഇവൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഇവൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട്സുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പുണ്ട്. ആ ആപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സീൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോളറായിട്ട് മാറ്റാം, അവർക്കത് പൈസ ആയിട്ട് വരും. അതിന് ടീച്ചർ ഒരുപാട് നഗ്ന വീഡിയോകൾ കുളിക്കുന്ന സീൻസുകൾ ഈ ഒളി ക്യാമറയിൽ എടുത്തിട്ട് നമ്മുടെ നാട് കടന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് പിന്നെ തെളിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പറയണ്ടല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊന്നും ഇനി ചെയ്യാനും ഇനി അതൊന്നും തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഈ പയ്യൻ്റെ പേരിൽ കേസായി, പയ്യൻ ജയിലിലായി. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാണ്ട് സൂക്ഷിക്കേണ്ടത് നമ്മളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിന് ഇത്തിരി ഉറപ്പ് കുറഞ്ഞാലും വാതിലിന് ഇത്തിരി ഉറപ്പ് കുറഞ്ഞാലും ഇങ്ങനെയുള്ള പിള്ളേരെ വീട്ടിൽ കയറ്റാണ്ടിരിക്കുക. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ കഥയൊക്കെ നന്നായി അടയ്ക്കുക. അതുപോലെ തന്നെ വല്ല ഓട്ടയ്ക്ക് ഉണ്ടോ എന്ന് നോക്കുക. എവിടെയെങ്കിലൊക്കെ വല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ തുറന്നു കിടക്കുന്ന വാതിലുകളൊക്കെ നന്നായി അടയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു മെസ്സേജായിട്ട് നിങ്ങൾ കാണുക, അത്ര തന്നെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.